മദ്യം പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിൽ 20 രൂപ അധികം നൽകണം. ഒഴിഞ്ഞ കുപ്പി തിരികെ നൽകിയാൽ പണവും തിരികെ നൽകുന്നു. നിക്ഷേപം എന്ന് MP രാജേഷ്. അപ്പോ ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖജനാവ് ഒന്ന് നിറയ്ക്കണമെങ്കിൽ അതിന് ചോദ്യം ചെയ്യാത്ത ഒരു മേഖലയിൽ വേണം കൈവയ്ക്കണമെങ്കിൽ. കാരണം മദ്യം എന്നുള്ള സാധനത്തിൽ എങ്ങനെ വില കൂട്ടിയാലും, എങ്ങനെ കുറയില്ല, ഏത് തരത്തിൽ വില കൂട്ടിയാലും മേടിക്കാനും കഴിക്കാനും ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവരിനെ കുറിച്ച് മദ്യം കഴിക്കുന്നവരിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ നിലവിൽ ആരും ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിൽ എന്തോ നിലവിൽ ഇതിങ്ങനെ ഒരു പരിപാടിയുണ്ട്. കുപ്പി കൊടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ 20 രൂപ സംതിങ്, അത്രയൊന്നും അറിയില്ല, അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന പരിപാടി. അതിപ്പോൾ നിലവിൽ കേരളത്തിലും കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ മദ്യപാനികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. കുപ്പി എത്രയുണ്ടെങ്കിലും നിങ്ങളത് ശേഖരിച്ചു വെക്കൂ. ആര് കുടിച്ച കുപ്പിയാണെങ്കിലും നിങ്ങളത് ശേഖരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു സാധനം മേടിക്കാനുള്ളതിന്റെ പൈസ നിലവിൽ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുപ്പി വിറ്റ് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇത് നിലവിൽ ബാക്കിയുള്ള ചെറുകിട ഈ കുപ്പി വെറുക്കിയും പാട്ട് വെറുക്കിയിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ, ചെറിയ ചെറിയ ഇതിലൊക്കെ, അവർക്കൊക്കെയാണ് ഭയങ്കര അടി കിട്ടാൻ പോകുന്നത്. ഒരു ശുചിത്വം, പ്ലാസ്റ്റിക് കൊണ്ട് ശുചിത്വം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നുമല്ല. ആ വഴിയെങ്കിലും 20 രൂപ വഴിയെങ്കിലും നാട്ടുകാരൊന്ന് പൈസ വീണ്ടും ഖജനാവിക്ക് എത്തട്ടെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇതുകൊണ്ട് ബാധിക്കാൻ പോണത് ഈ കുപ്പി വെറുക്കിയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ തന്നെയാണ്. അപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുപ്പിയും കൊണ്ട് നേരെ അത് തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അത് കേരളത്തിൽ തന്നെ കൊണ്ടുകൊടുത്ത് പൈസയാക്കേണ്ടതാണ്. അത് എത്ര കുപ്പിയാണെങ്കിലും വാരി കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഓരോരോ അവസ്ഥകളും. ഇത് നിലവിൽ കുപ്പി കൊടുക്കാൻ മറന്നവരാണെങ്കിൽ എന്താണെങ്കിൽ 20 രൂപ പോയത് തന്നെയാണ്. തിരിച്ചു കൊണ്ട് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ. 20 രൂപ എന്തായാലും അധികം ഈടാക്കും. അതും ഒരു കാര്യം. പൈസ ഉണ്ടാക്കാനുള്ള ഓരോരോ എന്തായാലും നമുക്ക് കേട്ടു നോക്ക്. 800 രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും. അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും. ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. ഈ 20 രൂപ തിരിച്ചു കൊടുക്കും.